മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽ ശർമ്മ മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം മധുരമൊഴി. ഇത് നല്ല സംസാരങ്ങളും കഥകളും ദൈവാനുഭവങ്ങളും പങ്കുവയ്പ്പുകളും തിരുത്തലുകളുമെല്ലാമായി കുടുംബജീവിതവും പ്രത്യേകിച്ച് മക്കളുടെ വളർത്തലുമെല്ലാം എങ്ങനെ മനോഹരമായി സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചർച്ച. ഇതിനായി നമ്മെ സഹായിക്കെത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോർജേട്ടനാണ്. ജോർജേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മോടൊപ്പം ഏഞ്ചൽ ശർമ്മയിൽ നിന്ന് വന്നിരിക്കുന്ന കുടുംബം മൂവാറ്റുപുഴയിൽ നിന്നുള്ള പ്രിയപ്പെട്ട ഷായിച്ചേട്ടനും ബിൻസിയേച്ചിയുമാണ്. ഷായിച്ചേട്ടൻ കേരള പോലീസിൽ ASI ആയിട്ട് ജോലി ചെയ്യുന്നു. ബിൻസിയേച്ചി സ്കൂളിൽ ടീച്ചറാണ്. അവർക്ക് 4 മക്കളാണ്. ഇവരെയും സ്നേഹപൂർവ്വം ഈ മധുരമൊഴി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ ഏറ്റവും ആദരവോടെ കരുതപ്പെടുന്ന അല്ലെങ്കിൽ കരുതിയിരുന്ന ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കഥാപാത്രമാണ് മദർ തെരേസ. ശുശ്രൂഷ എന്നോ സേവനമെന്നോ ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മദർ തെരേസ എന്ന് പറയാതെ ഒരു മനുഷ്യനും ലോകത്തിൽ അത് ഏത് നാട്ടുകാരനായാലും കടന്നു പോവുകയില്ല. കാരണം അവൾ ചെയ്ത പ്രവൃത്തികൾ, സ്വർഗത്തിന് ഹിതകരമായ അനേകം പ്രവൃത്തികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. തലമുറകളോളം വാഴ്ത്തപ്പെടും. അവളുടെ ബാല്യത്തിൽ 8 വയസ്സുള്ളപ്പോഴാണ് അവളുടെ പപ്പ മരിക്കുന്നത്. അതിനുശേഷം ഡ്രാണ എന്ന് പറയുന്ന അവളുടെ അമ്മയാണ് അവളെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നത്. കുഞ്ഞുനാളിൽ നല്ല ദാരിദ്ര്യം ഉണ്ടായിരുന്നു. വീട്ടിൽ അമ്മ കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന ചെറിയ തുക, ഇതിനിടയ്ക്ക് അമ്മയ്ക്ക് ചില നല്ല നല്ല കലാശീലങ്ങളുണ്ടായിരുന്നു. അമ്മ അയൽ വീട്ടുകളിലൊക്കെ ആരും നോക്കാനില്ലാത്ത രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് അവരുടെ വീട്ടിൽ താമസിപ്പിച്ച് അവർക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യും. അമ്മ ജോലിക്ക് പോകുമ്പോൾ 8 വയസ്സുള്ള മദർ തെരേസയെ കൊണ്ട് ഈ പണികളെല്ലാം ചെയ്യിപ്പിക്കും. പോരാതെ വഴിയിലൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ വീട്ടിൽ കൊണ്ട് താമസിച്ച് ചെറിയൊരു അനാഥാലയമൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ശുശ്രൂഷകളൊക്കെ കണ്ടുപഠിച്ച അവൾ 18-ാം വയസ്സിൽ അവളുടെ വീട് വിട്ടിറങ്ങി പിന്നീട് ഇന്ത്യയിലേക്ക് വന്ന് കൽക്കട്ടയുടെ തെരുവോരങ്ങളിൽ നടന്ന് കർത്താവിൻ്റെ സുവിശേഷം ഈ പാവങ്ങൾക്കൊപ്പം പ്രഘോഷിച്ചുകൊണ്ട് കടന്നുപോയി. ഇതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. നമ്മുടെ ഇന്ന് ചിന്താവിഷയം ഇത് തന്നെയാണ്. കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് പക്വമതികളായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് വളർത്തിക്കൊണ്ടുവരാം. ബാല്യത്തിൽ 8 വയസ്സുള്ള കുഞ്ഞ് തെരേസയ്ക്ക് അമ്മ കൊടുത്ത ശീലങ്ങളാണ് അവളെ പിന്നീട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ശുശ്രൂഷകയാക്കി മാറ്റിയത്. നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ പക്വമതികളായിട്ട് വളർത്തിക്കൊണ്ടുവരാമെന്നതിനെ നമ്മുടെ ചർച്ച. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജോർജേട്ടൻ തന്നെ തുടങ്ങാം. ജോർജേട്ടാ, ഈ കുഞ്ഞുങ്ങളെ ഏത് പ്രായത്തിൽ, അതൊക്കെ വലിയ ചോദ്യമാണല്ലോ, ഏത് പ്രായത്തിൽ ഇവരെ പണി ചെയ്യാൻ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ കുഞ്ഞായിരിക്കുമ്പോൾ പറ്റുമോ, എത്ര പ്രായം, വലിയ ഡിസ്കഷൻ മേഖലകളാണ്. ജോർജേട്ടൻ എന്ത് പറയുന്നതിനെ പറ്റി? അച്ഛനതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥനോട് ഇരിക്കുന്നു. ബാലവേലയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമൊക്കെ ആണെങ്കിൽ ഞാൻ കൊടുക്കും. പക്ഷേ ഇത് ബാലവേലയുടെ കാര്യമല്ല ഞാൻ പറയുക. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഔദ്യോഗിക ഭാഷ്യം അതിനകത്ത് വരുന്നു. വാസ്തവത്തിൽ അത് അങ്ങനെയല്ല സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എൻ്റെ മോള് അവളുടെ കുഞ്ഞിന് ഇപ്പോൾ 2-2.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതിനെ നൂർത്തിപ്പിടിക്കാറാകുന്ന ആ സമയം മുതൽ അവൾ അടുക്കളയിൽ പല കാര്യങ്ങളും ചെയ്യാൻ നേരത്ത് 2 കൈയും ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഈ കുഞ്ഞിനെയും കൂടി കൊണ്ടുപോകും. കുഞ്ഞിനും അത് താല്പര്യമുള്ളൊരു കാര്യമാണ് അവിടെ എന്നാ സംഭവിക്കും. അക്കൂട്ടത്തിൽ അവൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കൽ എന്ന വാക്ക് ഞാൻ പറഞ്ഞതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന കാര്യം ഇത് പലപ്പോഴും പല അമ്മമാരും ചെയ്യാറുണ്ടായിരിക്കും. കൊച്ചിനെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഗതികേട്. പക്ഷേ ഇതല്ല. അവളത് ചെയ്യുമ്പോൾ അതിനെ ഒരു ഗതികേടാക്കി മാറ്റാതെ ഒരു അവസരമാക്കി മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു, നമുക്ക് ചീനച്ചട്ടി അടുപ്പയിലോട്ട് വെക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വെക്കുന്നത്. അപ്പോൾ കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുക, കൊച്ചിനെന്ത് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. നമുക്ക് എണ്ണ ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം, എണ്ണ ദേഹത്തെങ്ങാനും പൊട്ടിത്തെറിച്ചാലുണ്ടല്ലോ പൊള്ളും. ഈ രീതിയിലുള്ള കടുകിടാൻ പോവാ, റണ്ണിങ് കമൻട്രി കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെയായി കൊച്ചിന് ഈ അടുക്കളയിലെ കാര്യങ്ങൾ, അടുക്കളയിലെ മണങ്ങൾ, അടുക്കളയിലെ ഞാൻ പറയുകയാണ്, അവളൊരു അടുക്കള സംബന്ധമായ മുഴുവൻ കാര്യങ്ങളിലും ഒരു നല്ല എക്സ്പേർട്ട് ആവുമായിരിക്കാം. ഒരു പക്ഷേ സ്റ്റോർഡ് ആയിട്ടുണ്ട്. പിന്നെ അത് പ്രയോഗിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഇത് വരുള്ളൂ. ഇനി അടുത്തത് ഞാൻ നോക്കരുത്. അടുത്തൊരു കാലഘട്ടത്തിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവളൊരു 2-2.5 വയസ്സുള്ള സമയത്ത് ഇവൾ അടുക്കളയിൽ വന്ന് എന്തെങ്കിലും, അപ്പം കുഞ്ഞുങ്ങൾക്കെല്ലാം വലുതാകാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പെൺപിള്ളേർ ചുരിദാറോ അല്ലെ സാരിയോ ഒക്കെ ഉടുക്കുന്നത്, അല്ലെ ആൺപിള്ളേർ മീശ വരച്ചു വെക്കാനും ഒക്കെ ശ്രമിക്കുന്നത് എല്ലാവർക്കും വലുതാകാനുള്ള. അപ്പോൾ ഈ വലുതായി എന്ന് നമ്മളൊന്ന് അംഗീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവരുടെ വലിയൊരു സ്വപ്നമാണ്. ഇവിടെ ചെയ്തൊരു കാര്യമാണ്, 3-4 ഉള്ളി
എടുത്തു കൊടുത്തിട്ട് മോളെ ഇത് മോൾക്ക് പൊളിക്കാൻ അറിയാവോ? ആ ഞാൻ പൊളിക്കും. എന്ത് പൊളിക്കും, എന്നാ പൊളിക്കും? 3-4 ഉള്ളി കൈ കൊടുത്തു. പക്ഷെ 1-2 കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഇതേ തൊട്ടേച്ച് കണ്ണിത്തൊടലിൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇത് കണ്ണ് നേറും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണിൽ കുറച്ച് വെള്ളമൊക്കെ വന്നെങ്കിലും അവളൊരു 3-4 ഉള്ളി കഷ്ണ തണ്ടുകൾ പൊളിച്ചെടുത്ത് ഭംഗിയായിട്ട് കൊണ്ടുവന്നു. മെടുക്കി, നീ ഇനിയിപ്പോൾ എല്ലാ കാര്യവും ചെയ്യാറായല്ലോ. ഉത്തരവാദിത്തമുള്ള കൊച്ചായി. അവളും ഒന്നുകൂടെ അപ്രൈറ്റ് ആകുക, ഉച്ചയുടെയൊക്കെ നടുവൊക്കെ ഒന്ന് നിവർന്ന് ഇച്ചിരി. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇതിനിപ്പോൾ പ്രായം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രായമൊന്നും പറയാനൊന്നുമില്ല. അതങ്ങ് തുടങ്ങുക, കൂടെ കൊണ്ടുനടത്തി ഇച്ചിരി കഴിയുമ്പോൾ ഈ കുഞ്ഞ് തന്നെ ചെയ്യാൻ തുടങ്ങി. ഇനി ഉള്ളിയൊക്കെ ഞാനാണ് പൊളിക്കുന്നത് എന്ന് അങ്ങോട്ട് പറയാൻ തുടങ്ങുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ ഓർമ്മയിൽ കരിക്കും. ഞാൻ വീട്ടിലെ മൂത്തയാളായിരുന്നു. അപ്പം ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് വന്നത്. അപ്പോൾ അടുത്ത കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സാധനം 1 കിലോ പഴം വാങ്ങിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമൊക്കെ ഈ 1 കിലോ പഴം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസയൊക്കെ കൈ പിടിച്ചുകൊണ്ട് പോവുക, പൈസ കൊടുക്കുക. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പൈസ കൊടുത്തിട്ട് ബാക്കി വാങ്ങേണ്ട സാഹചര്യം അത് ആദ്യം അങ്ങ് ഒഴിവായിട്ട് കൃത്യം ഇതിങ്ങനെ കൊണ്ടുപോകും എന്നാന്നറിയത്തില്ല, അങ്ങോട്ട് കൊടുത്തേച്ച് ഈ വാങ്ങിച്ചുകൊണ്ട് പോവുക. ഇത് കഴിഞ്ഞേച്ച് മോനെ 5 രൂപയാണ് കേട്ടോ, 3 രൂപയുടെ പഴം വാങ്ങിയിട്ട് 2 രൂപ ബാക്കി വാങ്ങിച്ചുകൊണ്ട് വരണം. 3 രൂപ 5 രൂപ ഇതെല്ലാം കൂടെ ഇട്ട് ഇങ്ങനെ ഇച്ചിരി പ്രശ്നമുണ്ട്. പക്ഷെ എന്നാലും അത് നമ്മൾ ചെയ്താൽ നമ്മൾ മിടുക്കനാവും. അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ബാക്കി പൈസ കൃത്യമായിട്ട് കൊണ്ടുവന്ന് ചായം വാങ്ങിയിട്ട് ആ പൈസ കൃത്യമാണല്ലോ മിടുക്കൻ എന്ന് പറഞ്ഞ ആ രംഗം ഞാൻ ഒരുപക്ഷെ എന്നെ ഒരു കണക്കിനോട് ആഭിമുഖ്യം ഉണ്ടാക്കിയത് ബാങ്ക് ഉദ്യോഗസ്ഥനൊക്കെ ആക്കിയത് അവിടെ ആവാമെന്ന് ഞാൻ. അപ്പോൾ ജോർജേട്ടൻ പറഞ്ഞു വരുന്നത് കുഞ്ഞുനാൾ മുതൽ തന്നെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു തുടങ്ങാം. വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഓടി നടക്കുന്ന കൊച്ചുണ്ട്. ഓടി നടക്കുന്ന പതുക്കെ ഓടാറായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൊച്ചു മൂത്രമൊഴിച്ചു. അപ്പോൾ അവിടെ മുഴുവൻ വെള്ളമൊക്കെ ആയി. കൊച്ചു പതുക്കെ പ്രാഞ്ചി അടുക്കള വരെ പോയിട്ട് തുണിയൊക്കെ എടുത്തിട്ട് വന്ന് കൊച്ചു തന്നെ മേളിലേക്ക് ഇട്ടിട്ട് പോയി. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ പപ്പ പറയാണ്, പണ്ട് ഞങ്ങൾ ഇടുമായിരുന്നു അവൾ മൂത്രമൊഴിച്ച് ചെയ്യുമ്പോൾ, ഇപ്പോൾ അവൾ തന്നെ ഇടും. കുറച്ച് കഴിയുമ്പോൾ അവൾ തന്നെ എടുത്ത് അകത്തോണ്ട് ഇടും. അത് ബാല്യത്തിൽ തന്നെ അങ്ങ് ശീലിപ്പിച്ച് തുടങ്ങുകയാണെങ്കിൽ പിന്നെ പാടുപെടുത്തൽ എന്ന് പറയായിരുന്നു. നിങ്ങളുടെ കുടുംബവിശേഷങ്ങൾ പറയും. ഇതുപോലെ നിങ്ങളുടെ നിങ്ങൾക്ക് 4 മക്കളല്ലേ? അപ്പോൾ 4 മക്കൾ എങ്ങനെയാണ് ഉത്തരവാദിത്തം? മൂത്ത ആള് ആരാണ്? മൂത്ത ആള് ജോയല്, ആൺകുട്ടിയാണ്, +2 കഴിഞ്ഞത്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ. അതിനു മുമ്പ് ഞാൻ പറയാം, എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ഒരു കാർഷിക കുടുംബമാണ്. അതിൻ്റെ കാരണവന്മാർ ഈ കൃഷിസ്ഥലത്തേക്ക് പോകുമ്പോൾ ആ കൂടെ ഞാനും പോകും. ഞാനൊന്ന് 4-ലോ 5-ലോ പഠിക്കുന്നു. എനിക്ക് അവരോടൊപ്പം കിളയ്ക്കണം. അപ്പോൾ അവരെ എനിക്ക് വേണ്ടിയിട്ട് ചെറിയ തൂമ്പയൊക്കെ അറേഞ്ച് ചെയ്ത് ആ കൂടെ കളിക്കുകയാണ്. അപ്പോൾ എനിക്കെൻ്റെ മൂത്ത മോനുണ്ടായി. ഞാനെന്തെങ്കിലും ചെയ്യുമ്പോൾ ആ കൂടെ ചെയ്യുമ്പോൾ അമ്മ പറയും, ഇത് അപ്പൻ്റെ മോൻ തന്നെ. എനിക്കിത് ചെറുപ്പത്തിൽ സൗകര്യം തന്നിട്ടില്ല, തൂമ്പാട്ടെന്നും പറഞ്ഞു. ഇപ്പം ഇവനത് നിന്റെ അതേ മോനാന്ന് പറഞ്ഞ അമ്മ എന്നെ കളിയാക്കാറുണ്ട്. അവനിപ്പോ അതുപോലെ ആരോഗ്യപരമായ പണികളൊക്കെ എടുക്കും. എല്ലാ കാര്യത്തിലും അവൻ എന്നെ സഹായിക്കും. അന്ന് ഇപ്പോൾ സാറിനെ ആ അപ്പൻ്റെ രീതിയിൽ കിടക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം അത് ഒരു ജോലി ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലായിരുന്നല്ലോ. അപ്പൻ്റെ കൂടെ നമ്മൾ മിടുക്കനാകുന്ന, അപ്പനെ പോലെയാകുന്ന ഒരിതില്ലേ. എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും ഇപ്പം സാറിൻ്റെ മകനെ ശ്രമിക്കുന്നത് ഉറപ്പായിട്ടും. ആ ഒരു ഇതാ. അപ്പോൾ ഭാരം ഏൽപ്പിച്ചു കൊടുക്കുക, ഇതൊക്കെ നിന്റെ പണിയാ, നീ വേണം ചെയ്തോണം എന്നുള്ളൊരു അതല്ല എനിക്ക് തോന്നുന്നത്. അവരെയും കൂടി ഒന്ന് നമ്മുടെ ഒപ്പത്തിനൊപ്പം ആക്കി എടുക്കുന്ന ഒരു പ്രക്രിയ അല്ലേ? എനിക്ക് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു കാര്യം ഓർക്കുമായിരുന്നേ, മൂത്ത മോനൊരു 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. അപ്പോൾ അന്നേരത്തിന് എനിക്ക് ജോലിയൊക്കെയായി സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് 2 പേരും വൈകുന്നേരം ഞങ്ങൾ നല്ല തിരക്കിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇളയവർക്ക് മോനത്തിന് ഭക്ഷണം എടുത്തു കൊടുക്കാൻ പറഞ്ഞു. ഇളയാള് 4-ലും 3-ലും LKG-ലും പഠിക്കുന്നവർക്ക്. ഞങ്ങൾ 2 പേരും ഓരോ വർക്ക് ചെയ്യാം. അവർക്ക് 2 പേർക്കും ചോറും കറികളൊക്കെ വിളമ്പി കൊടുത്തു. അവർ കഴിച്ചു, ആ പാത്രം കഴുകി വെച്ചു. എന്നിട്ട് ഇവൻ പറഞ്ഞു, പപ്പേ അമ്മേ പിള്ളേരെല്ലാരും കഴിച്ചു കഴിഞ്ഞു, ഇനി നമ്മളെ കഴിക്കാനുള്ളൂ. ശരിക്കും ഒരു വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവൻ ചെയ്യുന്ന. ഞാനിങ്ങനെ തമാശയായിട്ട് ഓർക്കുന്ന കാര്യം, പണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടില്ലായിരിക്കും, മാർട്ടിൻ ചേട്ടനെ ഈ എപ്പിസോഡ് പല പ്രാവശ്യം ഇവിടെ വന്നിരുന്നു പോകുന്നുണ്ട്. ഞാനും മാർട്ടിൻ ചേട്ടനോട് ഷാലോമിലേക്ക് പോരാൻ വേണ്ടി കാറിലേക്ക് കയറാൻ പോയപ്പോൾ മാർട്ടിൻ ചേട്ടൻ്റെ ഇളയ കൊച്ചി, അവളിപ്പോൾ 2-ലോ 3-ലൊക്കെ ആയെന്ന് തോന്നുന്നു. അവൾ ഓടി വന്ന് മാർട്ടിൻ ചേട്ടൻ്റെ നെറ്റിൽ കുരിശൊക്കെ വരച്ചു കൊടുത്ത് പറയാണ്, മര്യാദക്കൊക്കെ വണ്ടി ഓടിച്ചിട്ട് നിൽക്കോളാം, ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട് മേരിച്ച് അമ്മയുടെ അവൾ പറയാണ്, ശാലമിലേക്കൊക്കെ പോകുന്നത് മര്യാദക്കൊക്കെ പൊക്കോളാം, അത് നന്നായിട്ടൊക്കെ അവിടെ ബിഹേവ് ചെയ്യണമെന്ന്. അവരുടെ കുഞ്ഞുങ്ങൾ പോലും, അത് പേരൻസ് അങ്ങോട്ട് സ്കൂളിൽ പോകുമ്പോൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും തിരിച്ച് ഉത്തരവാദിത്തങ്ങൾ വരവേൽപ്പിക്കുന്ന ഒരു അവസ്ഥ വരെ
ടീച്ചർ തുടർന്ന് പറഞ്ഞോളൂ. അപ്പോൾ രണ്ടാമത്തവൻ പറയാ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെ പഠിക്കുന്നത്. അവൻ പറയാണ് അവൻ പ്രൈവറ്റ് ബസ്സിന് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം അവൻ സ്കൂളിൽ പോയി നല്ല തിരക്കുണ്ട്. അപ്പോൾ ഒരു ചേച്ചീനെ ഒരു ചേട്ടൻ പുറകെ നിന്ന് ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യുകയാണ്. അപ്പോൾ ബസ്സൊക്കെ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യുമ്പം പർപ്പസ്ഫുള്ളി ഈ ചേട്ടനെ ചേച്ചിയുടെ മേത്തേക്ക് ഇങ്ങനെ ചെന്ന് ഇടിച്ചു കയറുക. ഇത് കണ്ട കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ ചേച്ചിയുടെ ചേട്ടൻ്റെ നടുക്ക് നിന്ന് ഞാൻ എന്തൊരു കഷ്ടപ്പെട്ടെന്ന് അറിയാമേ, ഇങ്ങനെ ആ ചേട്ടനെ ഉന്തി ആ ചേച്ചീനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പൊ എനിക്ക് തോന്നുമായിരുന്നു നമ്മൾ ഈ ചിന്തിക്കുന്നതും പറയുന്നതെല്ലാം നമ്മുടെ കുട്ടികൾ അവരുടെ ഹൃദയത്തിൽ കയറുന്നുണ്ട്. ഒരു ഹൃദയത്തിലേക്ക് അവൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പൊ ഇനി 10th-ലേക്കായി. ഒരു 10th അവൻ 8th-ലോ 9th-ലൊക്കെ പഠിച്ചപ്പോൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ഒത്തിരി കുഞ്ഞുങ്ങൾ വളരെ മാതൃകയാക്കേണ്ട കാര്യം. നമ്മുടെ സഹോദരന്മാരെ സംരക്ഷിക്കാനൊക്കെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ വലിയ ഇഷ്യൂ ആയിട്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതൊക്കെ ഭയങ്കര നല്ലൊരു ഉദാഹരണം കൂടിയാണ്. സാധാരണ നമ്മുടെ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് ഈ ന്യൂ ജനറേഷൻ ഫാമിലിയിലൊക്കെ സ്ഥിരം പറഞ്ഞു കേൾക്കുന്ന ചില അപവാദങ്ങളുണ്ടല്ലോ. പേരൻസ് ഒക്കെ ആണെങ്കിൽ അവർ കഷ്ടപ്പെട്ട് വിദേശത്തൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് 10 സെറ്റിലൊക്കെ ആകുമ്പോൾ ഞങ്ങളോ കഷ്ടപ്പെട്ടു, ഇനി നമ്മുടെ പിള്ളേരെങ്കിലും ഇതൊന്നും അറിയാതെ മണ്ണിലിറക്കാതെ പണിക്ക് വിടാതെ പാടത്ത് കളിക്കാൻ വിടാതെ ഒന്ന് ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്തങ്ങ് അടച്ചു കുത്തി പിടിക്കും. പക്ഷെ എന്തോറും വലിയൊരു ലോകം ഇവർക്ക് അടച്ചു കൊടുക്കും, അടഞ്ഞങ്ങ് പോകുന്നത്. എനിക്ക് ഇച്ചിരി മണ്ണിലിറങ്ങാനും പണിയെടുക്കാനും ഒക്കെ പറ്റാത്തതിനെ ചോദിച്ചിട്ട് ഇതിനെ എങ്ങനെ നോക്കിക്കാണോ ചേട്ടാ? ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ചെടി തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അത് വെയിലത്ത് നിൽക്കാതെ അത് വീട്ടിനകത്ത് വെച്ച് നമ്മൾ വീട്ടിനകത്ത് ചില അലങ്കാരത്തിന് വേണ്ടി വെക്കുന്ന ചെടികൾ പോലും ഇടയ്ക്കിടയ്ക്ക് നമ്മളെടുത്ത് വെയിലത്തോട്ട് വെക്കും. വെച്ചില്ലെങ്കിൽ ആ ചെടി അതിൻ്റെ ആ ചെടി എന്നുള്ള അവസ്ഥ തന്നെ അതിന് നഷ്ടമാകുക ചെയ്യുക. ഇതിലൊക്കെ കഷ്ടമാവും വാസ്തവത്തിൽ മനുഷ്യൻ്റെ കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രശ്നമില്ലാതെ പോകുന്നതെന്ന് വെച്ചാൽ ഒരു തലമുറ അങ്ങനെ അങ്ങ് പോകും. ഒരു തലമുറ, കാരണം വെച്ചാൽ മുമ്പിലത്തെ ഒരു തലമുറയ്ക്ക് കാര്യമൊക്കെ അറിയാം, കാരണങ്ങളും അറിയാം. അതുകൊണ്ട് അവർ നോക്കി എൻ്റെ മോള് അല്ലെ എൻ്റെ മോൻ എൻട്രൻസിന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വേറൊന്നിനും തുടിക്കാതെ അങ്ങ് പോയി, ഒരു കുഴപ്പമില്ല. ഇവർക്ക് മകളാകും. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ അപ്പനും അമ്മയും രംഗത്ത് കാണുകയല്ല, അല്ലെങ്കിൽ അവർക്ക് ആക്റ്റീവായിട്ട് അവിടെ സീൻ ഔട്ടാവും. ഈ സമയത്ത് ഇവരുടെ കുഞ്ഞിനെ എന്തു ചെയ്യും? ഇപ്പോഴാണ് ആ കുഞ്ഞു മുതലാണ് ഇപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ സമൂഹത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം അവിടെയാണ്. ആദ്യത്തെ ഒരു തലമുറ കടന്നുപോയി, വലിയ കേടില്ലാതെയൊക്കെ ഈ മറ്റുള്ളവരുടെ തണലിലങ്ങ് പോയി. പക്ഷേ ഇവിടെ ഇപ്പോൾ കൈവിട്ടിയ ഒരു കളിയായി പോവുക. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പോലും അർത്ഥമാക്കുന്നത് ഒരു വ്യക്തിക്ക് സ്വയം നിലനിൽക്കാനുള്ള ഒരു സംഭവം പഠിപ്പിച്ച് വിടുക എന്നുള്ളത്. അതെ, അല്ലാതെ അത് എൻട്രൻസ് പരീക്ഷ എഴുതുക എന്നോ അല്ലെ ഒരു തൊഴിൽ പരിശീലിക്കുന്നത് പോലും അവൻ്റെ ജീവിതം നിലനിർത്തിക്കൊണ്ടു പോകാൻ അവനെ പര്യാപ്തനാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നത് പറഞ്ഞപ്പോഴേ മൂത്തമോനും രണ്ടാമത്തോനും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യും. അപ്പോൾ ഇത് കൂട്ടുകാരുടെ പറയുമ്പോൾ അവരൊരു കളിയാക്കൽ പോലെയാ. അപ്പൊ എന്നോട് പറയാം, അമ്മേ എൻ്റെ പ്രായത്തിലുള്ള ആരും ഒന്നും ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ അമ്മേ, ടോയ്ലറ്റ് ക്ലീനിങ് ഒക്കെ ചെയ്യാറില്ല. അപ്പം പറഞ്ഞു അപ്പം മോനെ അഭിമാനിച്ചോ, മോൻ എടുക്കാൻ അത് ധൈര്യം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യും രണ്ടുപേരും. അപ്പോൾ ഞാൻ ഡ്യൂട്ടി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കും. ഈ ആഴ്ച ടോയ്ലറ്റ് ക്ലീൻ ചെയ്യേണ്ടത് മൂത്തയാള്, രണ്ടാമത്തെ ആഴ്ച രണ്ടാമത്തെ ആള്, അങ്ങനെ മാറി മാറി ഓരോരുത്തർ. ഇതിനിടയ്ക്ക് ഒരു തമാശ പെട്ടെന്ന് ഓർമ്മ വരുമായിരുന്നു. ഏതാണ് അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് മറ്റോ ആണെന്ന് തോന്നുന്നു. അമേരിക്കൻ പ്രസിഡന്റോ മറ്റോ ഇംഗ്ലണ്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇംഗ്ലണ്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഷൂ അദ്ദേഹം തന്നെ ഇങ്ങനെ പോളിഷ് ചെയ്യുമ്പോൾ അവിടുത്തെ ഇംഗ്ലീഷുകാരോ, ഇംഗ്ലീഷുകാർക്ക് ഈ അമേരിക്കക്കാരെ സ്വല്പം ഒരു താഴ്ത്തിക്കെട്ടുള്ള അവജ്ഞയുണ്ട്. അപ്പോൾ അതൊന്ന് പ്രകടിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു, അമേരിക്കയിലൊക്കെ നിങ്ങളുടെ ഷൂ നിങ്ങൾ തന്നെയാണോ പോളിഷ് ചെയ്യുന്നത് ചോദിച്ചു. ഉടനെ അയാൾ തിരിച്ചു ചോദിച്ചു, അപ്പം ഇംഗ്ലണ്ടിലൊക്കെ നിങ്ങൾ ആരുടെ ഷൂ ആണ് പോളിഷ് ചെയ്യുന്നത്? ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ പിന്നെ നിങ്ങൾ ആരുടെ ബാത്റൂമാണ് ക്ലീൻ ചെയ്യുന്നത്? ഇല്ലേ, സത്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബാത്റൂം ക്ലീൻ ആകണമെങ്കിൽ ആരുടെയെങ്കിലും ബാത്റൂം ക്ലീൻ ചെയ്യണം. ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ ഇപ്പോൾ ഓർക്കായിരുന്നു പറഞ്ഞത്, എനിക്കൊരു കടുങ്കാപ്പി പോലും ചോയ ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ വീട്ടിൽ നിന്ന് ഒരു 3 വർഷം മാറി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആകെ, എനിക്ക് ദൈവാനുഗ്രഹത്തിന് എൻ്റെ ബലഹീനത കണ്ട് എനിക്കൊരു കൂട്ടുകാരനെ കൊണ്ട് തന്നു. എക്സ്പേർട്ട് ഒരു കുക്കായിരുന്നു. പക്ഷേ ഞാൻ ശരിക്കും ഒരു പുറം ജോലിക്കാരൻ്റെ മുഴുവൻ ഇതോടെ നിൽക്കുന്ന പാത്രം കഴുകുക, വെള്ളം കോരിക്കൊണ്ട് കൊടുക്കുക, പുറംപണി. കാരണം എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ, അകത്താൻ പണിയൊന്നും ചെയ്യാൻ അറിയത്തില്ല. സമാനമായ അനുഭവം എനിക്ക് സെമിനാറിൽ വെച്ചുണ്ടായിട്ടുണ്ട്. വീട് സാധാരണ വീടായിരുന്നു. വീട്ടിൽ അന്ന് പശുവും ആടും സംഭവങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം പോയി ഇച്ചിരി മടിയനൊക്കെയായിരുന്നു ഞാൻ, എന്നാലും എന്നെ കൊണ്ട് അത്യാവശ്യം പണിയൊക്കെ വീട്ടിലെടുപ്പിക്കുമായിരുന്നു. അമ്മച്ചി അലക്ക് കഴുകൽ അതുപോലത്തെ പണികളൊക്കെ നമ്മളെ കൊണ്ട് സ്ട്രിക്റ്റായിട്ട് ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ സെമിനാരിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ തമിഴ്നാട് സൈഡിലാണ് സെമിനാർ.
അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ തമിഴന്മാർ ജോലി നിർത്തി അങ്ങ് പോകും, പറയാതെ അങ്ങ് പോകും. അപ്പോൾ 2-3 പശുവൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പശുവിനെ കറക്കാനൊക്കെ പിന്നെ ആളില്ല, പെട്ടു. കാരണം സെമിനാറിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ സെമിനാരിൽ നിന്നാണ് പാൽ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ന്യൂബിഷില്ലാത്ത സമയത്ത് എനിക്ക് വരെ ഹീറോയിസ് ആയിരുന്നു, കട്ട ഹീറോയിസ് ആയിരുന്നു. കാരണം എനിക്ക് മാത്രമേ പശുവിനെ കറക്കാൻ അറിയാവുള്ളൂ. അപ്പോൾ നമുക്ക് വൺ ഡിമാൻഡാണ്. നമ്മൾ ആൾക്കാർ ബാക്കി പ്രദേശമൊക്കെ നേരത്തെ എഴുന്നേറ്റ് പശുക്കൂടൊക്കെ ക്ലീൻ ചെയ്ത് ചാണകമൊക്കെ കോരി പശുവിനെ കുളിപ്പിച്ച് നിർത്തുമ്പോൾ നമ്മൾ രാജാവിനെ പോലെ വരും. 2 പശുവിനെ കറക്കും, നേരെ പാല് കൊടുക്കും, തിരിച്ചു കയറിയൊക്കെ പോകും. വീണ്ടും അവന്മാർ ഉത്തരവാദിത്തമാണ് വീണ്ടും ക്ലീൻ ചെയ്യലും ബാക്കി പാൽ കൊടുക്കാൻ. കാരണം പണി അറിയാവുന്ന നമ്മളാണല്ലോ, ഉറപ്പായിട്ടും. ഇതുപോലെ സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും അപ്രീസിയേഷൻ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സ്കൂളിൽ നിന്നാ? തീർച്ചയായിട്ടും. 2ാമത്തെ മോൻ സ്കൗട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇടയ്ക്ക് എന്തെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം സിസ്റ്റർ പറഞ്ഞു സ്കൂളിലെ ടോയ്ലറ്റ്സ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ ആരാ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാന്ന് വെച്ചപ്പം മോൻ പറഞ്ഞു എല്ലാവരും ഡാനിയൽ എന്ന് വിളിച്ചു പറഞ്ഞു. ആ സിസ്റ്റർ അങ്ങനെ ഇതായിട്ട് അത് നന്നായിട്ട് ചെയ്തു, കുഴപ്പമൊന്നുമില്ലാതെ ചെയ്തു. തിരുവചനം ഓർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. പൗലോസ്ലീഹ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പലയിടങ്ങളിൽ വീണ്ടും പറയുന്നുണ്ട്. പൗലോസ്ലീഹയെ പറ്റി അടുത്തിടെ ബോബിച്ചിൻ്റെ ഒരു ടോക്കിൽ, ബോബി ജോസച്ചിൻ്റെ ശാലോമിൽ വന്ന ടോക്ക് ഞാൻ കേട്ടതുമാണ്. വെച്ച് പറയുന്നത് ആദ്യമൊക്കെ പൗലോസിന് ഇച്ചിരി വിഷമം കൂടി ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ സഭയെന്ന് പറയുന്നത് കൂലിപ്പണിക്കാരുടെ സഭയാണ്. ആദ്യത്തെ ശിഷ്യന്മാരെല്ലാം വൻ കൂലിപ്പണിക്കാരായിരുന്നല്ലോ. ഈശോ ആണെങ്കിലും അച്ഛൻ്റെ മകൻ, കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് പൗലോസാണ് ഇച്ചിരി ഹൈ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ച മനുഷ്യനായിരുന്നുകൊണ്ട് പൗലോസിന് ആദ്യമൊക്കെ ഇച്ചിരി ചമ്മലായിരുന്നു ശിഷ്യന്മാരുടെ എല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് വീണ്ടും പണിയൊക്കെ പഠിച്ചിട്ട് എല്ലാവരോടും പറയുന്നത് എല്ലാവരും പണിയെടുത്ത് ജീവിക്കട്ടെ എന്ന്. അതിന് മറുപുറം കൂടി ഉണ്ട് കേട്ടോ. പൗലോസ് ഇത് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അലസൻ്റെ മനസ്സ് സാത്താൻ്റെ പണിപ്പുരയാണെന്ന് വചനം കൂടി അതിന് ചേർത്ത് വായിക്കണം. ഈ പണിയെടുക്കും എന്ന് എപ്പോഴും പറയാനുള്ള കാര്യം, പണിയില്ലാതിരിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ പാപത്തിലേക്ക് വീണു പോകുന്നത്. നമ്മുടെ വീടുകളിൽ അവധിക്കാലങ്ങളിലോ അല്ലെങ്കിൽ ബാക്കി സമയങ്ങളിലൊക്കെ ഒരു പണിയില്ലാതെ നോക്കിയാൽ പെട്ടെന്ന് അവർ അടുത്ത പണി കണ്ടുപിടിക്കും, മൊബൈലിലോ കമ്പ്യൂട്ടറിലോ അതുപോലത്തെ സാധനങ്ങളിലേക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും അതുപോലത്തെ ഓർക്കുമായിരുന്നേ സ്കൂൾ അടച്ചു. അപ്പോൾ ഞാൻ മനസ്സിൽ കരുതി ഞാൻ ജോലിക്ക് പോകുമ്പോൾ എപ്പോഴും അവരെ എല്ലാ ജോലിയിലും സഹായിക്കുന്ന അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ അവർക്ക് ഇച്ചിരി റിലാക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവർ ചെയ്യേണ്ട ജോലികളൊക്കെ നേരം വെളുക്കുമ്പോൾ മുതൽ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ തൊട്ട് ഞാൻ മുഴുവൻ ജോലിയും ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവർ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ മൊബൈലിൽ കളിക്കുന്നു, ത്രൂ ഔട്ട് ഇതായിട്ട് നിൽക്കുവാണേ. പണിയൊന്നും എടുക്കാത്തൊരവസ്ഥ. പിന്നെ ഞാനങ്ങ് വിളിച്ചാലും കേൾക്കുന്നില്ല. അസമയം വർക്കിംഗ് ഡേയ്സിൽ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് റെഗുലറായിട്ട് അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ പണിയില്ലാത്തപ്പം അവരിങ്ങനെ അലസരായിട്ട് പിള്ളേരോട് ടിവിയുടെ പിന്നെ എഴുന്നേറ്റ് പോടാ അല്ലെങ്കിൽ മൊബൈലെ കുത്തിക്കൊണ്ടിരിക്കാതിരിക്കുക ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നതാണ് ഇപ്പൊ നമ്മുടെ ഒരു ശീലം. അത് പിള്ളേർ അനുസരിക്കുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ പരാതി. വാസ്തവത്തിൽ അവര് പിന്നെ എന്നാ ചെയ്യും? നമുക്ക് അതാണ് നിർദ്ദേശിച്ചു കൊടുക്കേണ്ടത്. അവർക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കത് അതൊരു സന്തോഷമായി മാറുകയും വേണം. വസ്തുത എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോൾ ഈ കൾച്ചറിൽ തന്നെ വന്നു പോയിട്ടുള്ള ഒരു അബറേഷൻ എനിക്ക് തോന്നുന്നു. പല ഘടകങ്ങൾ അതിനകത്ത് കാണാം. ഒത്തിരി സംഭവങ്ങളുണ്ടാകും. ഒരുപക്ഷെ ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടായ മുന്നേറ്റങ്ങളൊക്കെയും ഒരുപക്ഷെ വിട്ടുപോയൊരു കാര്യമാണ് ഈ തൊഴിൽ ചെയ്യുന്നത്, ഒരു ജോലി ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൊണാട്ടറി ഗെയിൻ അതിനു വേണ്ടി മാത്രമാണ്. പക്ഷെ സത്യം അതല്ല. ഓരോ ജോലിയും നമ്മളെ ഒരു ലെവൽ നമ്മൾ ഉയർത്തുന്നുണ്ട്. അതിൻ്റെ ഒരു സംതൃപ്തി നമുക്കുണ്ട്. ഇതായിരുന്നു വാസ്തവത്തിൽ ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നത്. ഏദൻ തോട്ടത്തിൽ അധ്വാനം ഉണ്ടായിരുന്നു. കാരണം അവിടെ ഏദൻ തോട്ടത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക ദൈവം ചെയ്തത് ആദ്യത്തെ കസ്റ്റോഡിയൻസ് അവരെ. അപ്പോൾ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി പാപം ചെയ്യുന്നതിന് മുമ്പ് അത് ആദ്യത്തിന് സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. അതിൽ തന്നെ കുറച്ചൊക്കെ ദൈവമായി മാറുന്നുണ്ട്. കുറച്ചൊക്കെ സൃഷ്ടിക്കുക. ഞാനൊരു ചെടി കുഴിച്ചു വെച്ചു, ഒരു മാങ്ങാണ്ടി കൊണ്ട് കുഴിച്ചു വെച്ചു, അത് മുളച്ചു വരുമ്പോൾ ദൈവികതയിൽ ഞാൻ പങ്കുചേരുക. അതിൻ്റെ ഒരു ആഹ്ലാദം നമ്മളൊന്നും ആലോചിക്കുക. കർഷകൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദം ഈ ഇത്തരത്തിലുള്ള, അല്ലാതെ വിളവ് പറിച്ച് വിൽക്കുമ്പോൾ കിട്ടുന്ന കാശിലല്ല. അത് ഞാൻ പറയാം, അതിനു മുമ്പേ തന്നെ അവന് ഉള്ളും നിറയുന്നുണ്ട്. പിന്നെ പണം വേണ്ട, തീർച്ചയായിട്ടും വേണം. വിളഞ്ഞു കിടക്കുന്ന കൃഷിക്കാരന് ഓർമ്മകളായിരിക്കും. അപ്പം ഇത് പ്രധാനപ്പെട്ട കാര്യം. ഇത് എനിക്ക് തോന്നുന്നു പാപത്തോടെ സംഭവിച്ചു പോയ കാര്യം. ഇതേ അധ്വാനം അവൻ്റെ കഷ്ടപ്പാട്, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അപ്പം ഭക്ഷിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. അധ്വാനം അവന് ബുദ്ധിമുട്ടാണ്. ഇത് നമ്മളൊന്ന് റിവേഴ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലേ തന്നെ അതിൻ്റെ ആ അധ്വാനിക്കുന്നതിൻ്റെ സന്തോഷം, എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിന്, എന്തെങ്കിലും ഒരു കറി. ഇപ്പം ഞാൻ തന്നെ ഓർക്കും, എൻ്റെ മക്കൾ തന്നെ ഓരോ പ്രായത്തിൽ 6 പഠിക്കുമ്പോൾ, 5 പഠിക്കുമ്പോൾ, 6 ഞാൻ ചമ്മന്തി അരച്ചു. അന്ന് ഉണ്ണാനിരിക്കുമ്പം
ഭാര്യ അനൗൺസ് ചെയ്യും, ആ ചമ്മന്തി ഒന്ന് കൂട്ടി വയ്ക്ക്. ആദ്യം എനിക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അർത്ഥമുണ്ട്, സൂക്ഷിക്കണം. ഞാൻ പെട്ടെന്ന് കയറി ബ്ലാങ്ക് ആയിട്ട് ഓരോ കമന്റ് ഒന്നും പറയരുത്. ആ കൊള്ളാമല്ലോ ഇന്നത്തെ ചമ്മന്തി, ആ അത് അരച്ചു തരാന്നറിയോ? ഇല്ല, നീ അല്ലേ, നീ അരയ്ക്കുന്ന പോലെ ഉണ്ടല്ലോ, മതി മതി. ഇനിയാണത് അരച്ചയാൾ രംഗത്ത് വരികയാണ്. അപ്പോൾ ആ ആളുടെ മുഖം ഒന്ന് കാണണം, എന്തുമാത്രം തെളിഞ്ഞ വരുന്നത്. ചിലപ്പോൾ ഒരല്പം മുളക് കൂടുതൽ കാണുമായിരിക്കാം, ചിലപ്പോൾ ഉപ്പിടാൻ മറന്നുപോയായിരിക്കാം. ഞാൻ പറഞ്ഞ കുറ്റമൊന്നും പറയരുതെന്നല്ല, ഒരല്പം ഉപ്പും കൂടി ഇട്ടിരുന്നെങ്കിൽ തനി തങ്കവായനെ എന്ന് നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവർക്ക് കിട്ടുന്ന ശമ്പളം. അല്ലെങ്കിൽ ഞാൻ അവർക്ക് ഇപ്പം ഇപ്പോൾ ടീച്ചർ തന്നെയുണ്ട്, ടീച്ചർ സ്കൂളിൽ ജോലി ചെയ്യുന്നു, ശമ്പളം കിട്ടുന്നുണ്ട്, വീട്ടിൽ ജോലി ചെയ്യുന്നു, എന്നാ കിട്ടുന്നുണ്ട്? ഇത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം. സ്കൂളിൽ ജോലിയാണോ വീട്ടിലെ ജോലിയാണോ വേണ്ടതെന്ന് ഓപ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടീച്ചർ വീട്ടിലെ ജോലിക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുമെന്ന്. അല്ലെ, വീട്ടിൽ ജോലി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ലീവ് എടുത്തു അല്ലേ, അസുഖം സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നുകൊണ്ട് വീട്ടിൽ ലീവ് എടുക്കാറില്ല. എനിക്ക് തോന്നുന്നു ആ ശമ്പളം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് വേറെ എന്തെല്ലാമോ ജോലി, ഒരു വളർച്ച, അതുപോലത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇത് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലേ നമ്മൾ നിഷേധിക്കരുത്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു അവസരം കൊടുത്തതിന് പേരിൽ അവരിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ മറ്റുള്ളവരിൽ എക്സെപ്ഷണൽ ആയിട്ട് വളർന്നു എന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നാറുണ്ട്. ഇപ്പം എന്നെ ഓർക്കുകയാണെങ്കിൽ ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്, ധാരാളം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നമൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ മക്കൾ എന്ന് വളരെ ഇതായിട്ട് അത് സോൾവ് ചെയ്യുന്നത് ഞങ്ങൾ വളരെ ഇതായിട്ട്. അപ്പോൾ നോക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് എന്താ പ്രശ്നം, അവരെ മാറ്റി വിടുക, അല്ലെങ്കിൽ ഒരാൾ വീണു കിടക്കുകയാണെങ്കിൽ ഓടിച്ചെന്ന് അവരെ എണീപ്പിക്കുക. ഇപ്പോൾ അല്ലെങ്കിൽ ചോയ്സിനൊക്കെ വേണ്ടി ഒരു വഴക്കുണ്ടാക്കുമ്പോൾ കൂടുതലും അത് മൂത്ത മക്കളാണ് അത് കൂടുതലും അത് ചെയ്യുന്നത്. ശരിക്കും നമ്മളിങ്ങനെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ ശരിക്കും സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് കുട്ടികളുടെ ശരിക്കൊരു അപ്പന്റെ ലെവലിലേക്ക് അല്ലെങ്കിൽ അമ്മയുടെ ലെവലിലേക്ക് അവർ പൊങ്ങി വരികയാണ്. ഇങ്ങനെ അധ്വാനിച്ചും കഷ്ടപ്പെട്ടും വളർന്നു വന്ന കുഞ്ഞുങ്ങളാണ് സമൂഹത്തിലും അല്ലെ വീട്ടിലും തന്നെ കൂടുതൽ അനുഗ്രഹമാരെ. നമ്മൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ പറ്റി എല്ലാവരും പറയും ലോകം കണ്ട ഏറ്റവും നല്ല വിശുദ്ധനായ മാർപ്പാപ്പ എന്ന് പറയും. എവിടുന്ന കഷ്ടപ്പാടും ദുരിതവും കല്ലുമടയിൽ പണിയെടുത്തും അപകടം പിടിച്ച സ്ഥലങ്ങളിൽ ജോലിയെടുത്തും പട്ടിണികളെന്നൊക്കെ വളർന്നുകൊണ്ടാണ് ഇത്രയും കരുത്തനായ ഒരു വിശുദ്ധനുണ്ടായത്. അല്ലാണ്ട് നമ്മളിങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കും. നമ്മൾ പഴയൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞാന്ന് വിചാരിക്കുന്നു, ഈശോ ദൈവപുത്രനാണെന്ന് പരിശുദ്ധാമ്മയ്ക്കും യൗസപിതാവിനൊക്കെ അറിയാറുത്. പക്ഷേ അവരെങ്ങാനും യൗസപിതാവും മാതാവും ഈശോ ദൈവപുത്രനാണെന്നൊക്കെ വിചാരിച്ച് ദൈവപുത്രനാണ് അവരെ പണിയെടുപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. എന്ത് ചെയ്യുമോ? അങ്ങനെയായിരുന്നെങ്കിൽ ഈശോനെ കൊണ്ട് യാതൊരു പണിയെടുപ്പിക്കാതെ ഈശോ പിത്തവും പിടിച്ച് അല്ലെങ്കിൽ ഷുഗറും പിടിച്ച് കൊളസ്ട്രോളും പിടിച്ച് വല്ല ഉണ്ടപ്പൊക്കറോട് ഇരുന്ന് പോയത്. അത് മാത്രമല്ല 40 ദിവസം ഉപവാസത്തിന് ശേഷം സീറോ ആയി പോയത്, സീനിൽ ആളില്ലാതായി പോയത്. മറുപുറമുണ്ട് മരിയ ബാലദോർത്തയുടെ ദൈവമനുഷ്യൻ സ്നേഹിത എന്ന പുസ്തകത്തിൽ മനോഹരമായി ചിരിക്കാൻ ഉള്ള കുറേ വകയുണ്ട്. ഇത് ഈശോയുടെ ബാല്യം കാണിക്കുന്നുണ്ട്. ബാല്യം പറയുന്നിടത്ത് യൗസേപ്പ് പിതാവിനെ നാട്ടുകാർ ചീത്ത വിളിക്കുകയാണ്. കാരണം യൗസേപ്പ് പിതാവ് ഈശോനെ കൊണ്ട് മുട്ടം പണിയെടുപ്പിക്കുകയാണ്, വലിയ തടിക്കഷ എടുപ്പിക്കുന്നു, വെള്ളം കോരിക്കുന്നു. അവസാനം നാട്ടുകാരോ നിങ്ങൾ ആ കുഞ്ഞിനെ നിങ്ങൾ ദ്രോഹിക്കാന്ന് പറയുന്നത്. ആരെ? ദൈവപുത്രനായിട്ടാണ് പണിയെടുപ്പിക്കുന്നത്. കാരണം എന്താ? യൗസേപ്പ് പിതാവ് തൊഴിലിൻ്റെ മഹത്വം, വീട്ടിലെ പണിയെടുക്കുന്ന ഉത്തരവാദിത്തമല്ല, ഈശോയെ ദൈവപുത്രനാണെങ്കിൽ ഇട്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈശോ എത്ര മനോഹരമായിട്ട് ആ തൊഴിലിനെ പറ്റിയും ആ പ്രവൃത്തികളെ പറ്റിയും പരസ്പരം സ്നേഹിക്കുന്നതിന് ഉത്തരവാദിത്വം ഇത്ര മനോഹരമായിട്ട് സംസാരിച്ചു. ഇത്രയും മനോഹരമായിട്ട് ആരും സംസാരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ബാല്യം മുതൽ തന്നെ ഇതുപോലെയുള്ള ചില കർശനമായ കുഞ്ഞു കർശനം എന്ന് പറയുന്നില്ല എങ്കിലും ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ട് അവർ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീർന്നു. ഈശോ അങ്ങനെ ആയിരുന്നല്ലോ, വീട്ടിൽ കൊടുത്തു പഠിച്ചുകൊണ്ട് വലുതാക്കി മറ്റുള്ള ലോകത്തിനൊരു അനുഗ്രഹമായി തീർന്നു. അങ്ങനെ എന്തെങ്കിലും ചില നല്ല കാര്യങ്ങളൊക്കെ മക്കളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഓർക്കുകയാണ്, മൂത്തമോൻ സ്കൂൾ വണ്ടിക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ കോട്ടേഴ്സിലെ 10-30 കുട്ടികളുണ്ടാകും വണ്ടിയിൽ. ഒരു പ്രാവശ്യം ഇവനിങ്ങനെ പോയി വണ്ടിയിൽ പോയപ്പോൾ കൂടുതലുള്ള ഒരു LKG പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ വാട്ടർ ബോട്ടിൽ വണ്ടിയുടെ താഴേക്ക് പോയി. അപ്പോൾ ഡ്രൈവറോട് പറഞ്ഞു എടുക്കാൻ പറഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ കുറച്ച് അങ്ങോട്ട് ഇത്തിരി വണ്ടി വിട്ടുപോയായിരുന്നു. എടുക്കാൻ നിന്നില്ല, നമുക്ക് വേറെ ഒന്ന് സംഘടിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ ആശ്വസിപ്പിച്ചു. പക്ഷേ കൊച്ച് സ്കൂളിലെത്തി കഴിഞ്ഞപ്പം കൊച്ച് ക്ലാസ്സിലോട്ട് പോവില്ല, വാട്ടർ ബോട്ടിലില്ലാണ്ട് ക്ലാസ്സിൽ പോവില്ല, ഭയങ്കര കരച്ചില്ല. അപ്പോൾ ചേട്ടനായിട്ടുള്ള മൂത്ത മോനൊക്കെയാണ്. അപ്പോൾ അവൻ വേഗം അവൻ്റെ ബോട്ടിലെടുത്ത് കുഞ്ഞിന് കൊടുത്തു. ഈ സംഭവം വീട്ടിൽ വന്ന് പറഞ്ഞൊന്നുമില്ല. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോകാനുള്ള തിരക്കിലാണല്ലോ, അപ്പോൾ വെള്ളം പൈക്കാൻ വേണ്ടി വാട്ടർ ബോട്ടിൽ ഇവൻ്റെ തപ്പിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ കുറേ വഴക്കും ഉത്തരവാദിത്വമില്ല, സമയത്ത് കൊണ്ടുവച്ചാലല്ലേ എനിക്കും പോകണ്ടേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പോൾ അവൻ വളരെ ശാന്തതയിൽ പറഞ്ഞു, അമ്മേ അത് ആ ആൻറ്റിയുടെ കൊച്ച് കരഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്തതാ, ഇനി അത് അവൾ എടുത്തോട്ടെ എന്ന് പറഞ്ഞു.
വളരെ ഒരു പിള്ളേരുടെ സന്തോഷം. പക്വതയുടെ ലെവലും മനസ്സിലാക്കൽ വീട്ടിൽ ചെയ്ത് ലെവലൊക്കെ പഠിച്ചപ്പോൾ കൃത്യമായിട്ട് ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ റെസ്പോൺസിബിൾ പേരന്റ് കൂടെ സാധനം ഉണ്ടല്ലോ, ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ട് നമ്മൾ എല്ലായിടത്തും പറയുന്ന സാധനമാണ്. ആക്ച്വലി വാട്ട് ഈസ് റെസ്പോൺസിബിൾ പേരന്റ് കൂടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏൽപ്പിച്ച് കുഞ്ഞുങ്ങളെ ബാല്യം മുതൽ വളർത്തിക്കൊണ്ട് വരലാണ് ആക്ച്വലി റെസ്പോൺസിബിൾ പേരന്റ് കൂടെ. വേറെ ഒരു രസകരമായിട്ട് സംഭവം ഉണ്ടായി. മോള് 7th പഠിക്കുമ്പോൾ തന്നെ മീൻ നന്നാക്കും. ചെറിയ മീനുകൾ, കൊഴുവ അങ്ങനെയുള്ളതൊക്കെ നന്നാക്കും. നല്ല ഭംഗിയായിട്ട് നന്നാക്കി ഉപ്പും മുളകൊക്കെ തിരുമ്മി വെച്ച് വറക്കാൻ പരുവത്തിനാക്കും. അപ്പോൾ ഞങ്ങൾ കോട്ടേഴ്സിലപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മച്ചി ചോദിച്ചു, തെരസം മീൻ നന്നാക്കുമല്ലേ? അപ്പോൾ മോള് കേട്ടോണ്ട് ഞാൻ പറഞ്ഞു, മീൻ നന്നാക്കും അമ്മച്ചി, കൊച്ചു മീനുകളൊക്കെ നന്നാക്കുള്ളൂ, വലിയ മീൻ നന്നാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി, അതിൻ്റെ അർത്ഥം എനിക്ക് പിടികിട്ടില്ല. ആ പിറ്റേ ദിവസം ഞാനൊരു വലിയ മീൻ വാങ്ങിച്ചിട്ട് അത് മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയി. ഇവള് സ്കൂള് വിട്ട് വന്നിട്ട് ആ മീൻ ഒരു തരത്തിൽ നന്നാക്കി ചെളയും മാലൊക്കെ വെട്ടി തടിയിൽ വെച്ച് പീസ് പീസാക്കി വറക്കാൻ പരുവത്തിന് വെച്ചു. എൻ്റെ എന്നോട് പറഞ്ഞു, ഇപ്പം എനിക്ക് വലിയ മീനെ നന്നാക്കാൻ അറിയാമെന്ന്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് റെസ്പോൺസിബിൾ പേരന്റ്ഹുഡ്. കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ ഗ്രാജുവലായിട്ട് അവർക്ക് പറ്റാവുന്ന കാര്യങ്ങൾ. ഒരു വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഇപ്പോൾ സാധാരണ വീട്ടിൽ അപ്പനൊക്കെ തന്നെ വീട്ടിൽ പെയിന്റ് അടിക്കുമല്ലോ. പെയിന്റ് അടിക്കാൻ ആൾക്കാരെ വിളിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഇപ്പോൾ ടെക്നിക്കൊക്കെ അറിയാമല്ലോ. നോക്കിയപ്പോൾ അപ്പൻ പെയിന്റ് അടിക്കുന്നു, ഇടക്കിടക്ക് കൊച്ചു കുഞ്ഞിന് പെയിന്റിൻ്റെ ബ്രഷ് കൊടുക്കുന്നു. അവർ ഇത്രയും വലിയ ബോളിൽ അടിക്കണമെങ്കിൽ കൊച്ചിന് എവിടെ ബോളിലും അടിക്കാം. കൊച്ചു കുറച്ചടിക്കുന്നു, വീണ്ടും അപ്പം മേടിച്ചടിക്കുന്നു, കൊച്ചിന് മേത്ത് അവിടെ അടിച്ച് പെയിന്റ് ഒക്കെ പറ്റുന്നു. വൻ സന്തോഷം. കുറച്ച് കഴിയുമ്പോൾ എന്നെ അച്ഛനോട് പറയും, അച്ഛാ ഞാൻ അടിച്ച പെയിന്റ്. കാരണം അപ്പോൾ അവൻ്റെതായി. ഇപ്പം നാളെ ചെളി പറ്റിലാവുമ്പോൾ തൂത്ത് കളയും. ചില വീടുകളിലൊക്കെ വണ്ടി ക്ലീൻ ചെയ്യുന്നത് വീട്ടിൽ അപ്പനും രാവിലെ പോകുന്ന മക്കളാണ് ക്ലീൻ ചെയ്താൽ മനോഹരമായിട്ട് കാറ് പുറത്തിട്ടേക്കും. അല്ല രാവിലെ എഴുന്നേറ്റ് പത്രം എടുക്കാൻ പോകുന്നത്, ഉറങ്ങുന്നതിന് മുമ്പ് പോയി ഡോറ് ക്ലോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗേറ്റ് അടയ്ക്കാൻ പോകുന്നത്, പട്ടീനെ തുറന്നു വിടുന്നത്, ഇതൊക്കെ എത്ര കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഏൽപ്പിച്ച് പഠിപ്പിച്ചാലേ വലുതാകുമ്പോൾ നമ്മളൊക്കെ ഏറ്റവും വലിയ പക്ഷേ ജോർജ് ചേട്ടന് എന്നേക്കാൾ കൂടുതൽ അനുഭവമാണ് ഇക്കാര്യത്തിൽ. കൗൺസിലിംഗ് മുറികളിൽ ഏറ്റവും കൂടുതൽ വരുന്ന പരാതിയാണ് മക്കൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. എന്ത് വീട്ടിൽ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് പാസ്സായ പ്രായമായ ആളെ കൊണ്ട് ഒരു ഫോം പോലും ഫില്ല് ചെയ്യാൻ സമ്മതിക്കത്തില്ല. തെറ്റിപ്പോവും. തെറ്റിപ്പോട്ടെ, തെറ്റിപ്പോയി കുഞ്ഞ് പഠിക്കട്ടെ. അല്ലെങ്കിൽ കൊച്ചു പണികൾ പോലും അവൻ ചെയ്ത് ശരിയാവത്തില്ല, ഞാൻ തന്നെ ചെയ്യണം. ഇങ്ങനെ ഏൽപ്പിച്ച് കൊച്ചു വലുതായി കഴിയുമ്പോൾ കൊച്ചു എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാവുമോ? സ്കൂളിലും ഏറ്റെടുക്കത്തില്ല, വീട്ടിലും ഏറ്റെടുക്കത്തില്ല, നാട്ടിലും ഏറ്റെടുക്കത്തില്ല. അവസാനം പിന്നെ കൗൺസിലിംഗ് പ്രശ്നമായി. കൊച്ചിന് പ്രശ്നമാണ്, പിശാചാണ്, തലയിൽ കൈ വെക്കണം, ധ്യാനത്തിന് പിടിയിലായി. ഇതൊക്കെ പണ്ട് ഈ തന്തയുടെ നള്ളം നിലയിലൊക്കെ കൈക്ക് വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോയാലേ. കറക്റ്റ്, കൃത്യമാണ്. അത് ഈ ഹോസ്റ്റലിൽ പോലും ഇപ്പം എൻ്റെ മോള് വന്ന് ഹോസ്റ്റലിൽ നിന്നൊക്കെ ഇതായിട്ട് ആദ്യമായിട്ട് ഹോസ്റ്റലിൽ വന്ന പിള്ളേരുടെ ആ വിഷമങ്ങളൊക്കെ ഇപ്പം എൻ്റെ മോള് നിൽക്കുന്ന ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ അവരൊരു ഒരു ദൈവാനുഗ്രഹപ്രദമായ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് തുണികളൊക്കെ അനുവദിക്കുകയില്ല. കിണറ്റിൽ നിന്ന് വെള്ളം കോരി. നന്നായി. അപ്പം എൻ്റെ വീട്ടിൽ ഒരിക്കലും എന്ന് വെച്ചാൽ കറണ്ട് പോയി അങ്ങനെയൊക്കെ ചില സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ഒഴികെ വെള്ളം കോരുന്ന പ്രശ്നമില്ല. അന്ന് ഞാനിപ്പോൾ പറയുകയാണ്, അന്ന് ഞാനോ ഭാര്യയോ ആയിരിക്കും വെള്ളം കോരുന്നത്. പിള്ളേർ സഹകരിക്കലെന്നല്ല, പക്ഷേ എന്നാൽ നിങ്ങളൊന്ന് കോരിക്കൊണ്ട് വന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ വെള്ളം കോരൽ എന്ന പ്രക്രിയയെക്കുറിച്ച് ഇവർക്ക് വലിയ പരിചയമൊന്നുമില്ല. എൻ്റെ മോളൊക്കെ അവിടെ പോയിട്ടാണ് ഈ വെള്ളം കോരൽ പഠി. ഈ പരിതസ്ഥിതിയിലേക്ക് വന്ന ചില കുഞ്ഞുങ്ങൾ ഇതുപോലും ചെയ്യാതെ വന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എന്താ, ഒരു നിസ്സാരം കാര്യങ്ങളായിരിക്കാം. 6 പേരൊരു മുറിയിൽ കിടക്കുകയാണ്. ഒരാളിന് രാത്രി എഴുന്നേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങണം. ചെറിയൊരു ഡിം ലൈറ്റ് അവിടെയുണ്ട്. പക്ഷേ അത് അവരുടെ ഒരു കൂട്ടുകാരി ട്യൂബ് ലൈറ്റ് ഇട്ടാലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. 6 പേര് ഉറങ്ങുക. പഠിച്ചിട്ടില്ല അങ്ങനെ ഒരു മറ്റൊരാളൊക്കെ. അതിൻ്റെ ഇവർ പറഞ്ഞിട്ട്, ഞങ്ങൾ 5 പേര് ഉറങ്ങുമ്പോൾ നീ ട്യൂബ് ഇട്ട് 5 പേരെ ഉണർത്തണോ? നിനക്ക് സൗകര്യമായിട്ട് ഇതിലൂടെ ഇങ്ങനെ അങ്ങ് ഇറങ്ങി ഇങ്ങനെ അങ്ങ് പോകാൻ വയ്യേ? പുറത്തിറങ്ങിയതിൽ ലൈറ്റ് ഇട്ട് അങ്ങനെ പോകാൻ വയ്യ. അവളുടെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അവൾക്ക് ഭയമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അവളുടെ മറുപടി, ഞാനും ഇവിടെ റെന്റ് കൊടുത്തിട്ടാണ് താമസിക്കുന്നത്. അവകാശമാണല്ലേ? അവകാശമാണ്, അല്ലാതെ മറ്റുള്ളവർ എന്നാൽ അവൾക്കൊന്നും ആലോചിക്കുക. 5 പേർ റെന്റ് കൊടുത്തിട്ട് അവർ കിടന്ന് ഉറങ്ങുന്നത്, അത് ചിന്തിക്കുന്നില്ല. ഞാൻ റെന്റ് കൊടുത്തിട്ടാണ് ലൈറ്റ് ഇട്ടത്. അപ്പൊ എന്തുകൊണ്ട് അത് സംഭവിച്ചത്? വീട്ടിലാ. ഇതിന് മറുവശം കൂടെ ഉണ്ട്. നമ്മളെല്ലാ എപ്പിസോഡുകളും തുടർച്ചയായിട്ട് പറയുന്ന കാര്യം തന്നെ പറഞ്ഞ് നിർത്തേണ്ടി വരും. വീട്ടിൽ 1, 2 അല്ലാതെ ഒരു 3, 4, 5 ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ പരസ്പരം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനും പരസ്പരം കൊണ്ടും കൊടുത്ത് വളരാനും ഷെയർ ചെയ്യാനൊക്കെ പഠിച്ചു തുടങ്ങും. അവിടെ ഈ കളികളൊക്കെ മാറും. ഇല്ലെങ്കിൽ ഇത് പ്രശ്നമാകുന്ന എപ്പോഴാണ് ഇവർ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, വീട്ടിൽ എൻട്രൻസ് പരീക്ഷയ്ക്ക് മാത്രം പഠിക്കുകയും അല്ലെ കോളേജ് സ്കൂള് ഇങ്ങനെ മാത്രം വന്ന ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും തമ്മിലാണ് കല്യാണം കഴിച്ചു പോകുന്നത്. അവർ കല്യാണം കഴിച്ച് അവിടെ ചെന്ന് ഓക്കെ, അവർക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചോ, അതുപോലെ എവിടെ ഇരുന്ന്. പക്ഷെ സ്വന്തം റൂമൊന്ന് വൃത്തിയാക്കുന്നത് ആര് വൃത്തിയാക്കും?
സ്വന്തം അടിവസ്ത്രങ്ങളെങ്കിലും അവനവനെ അലക്കണ്ടേ? അത് നമുക്ക് കൊണ്ടുപോയി വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റുമോ? ഇവിടെയൊക്കെ ഇത് ആര് ചെയ്യും? ഇതിനകത്ത് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ 10, 20, 25 വയസ്സാകുമ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് ഒരു ചെയ്യാണ്ട് തുടങ്ങുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ്, വലിയ പ്രശ്നം. അപ്പോൾ ഇതൊരു നരകമാണ്. ഈ കല്യാണം കഴിച്ചത് തന്നെ അബദ്ധമായി എന്നൊക്കെ ചിന്ത വരാൻ പോകുന്നത്. ഇത് ഇവരുടെ വൈവാഹിക ബന്ധത്തെ പോലും ബാധിക്കും. പിന്നെ അത് വിവാഹമോചന കേസിന് വരെ വരുമ്പം ചിലപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കാം. എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ചേട്ടാ, ഇതിനും നമ്മൾ കുറ്റം പറയുന്നത് എന്തിനാണെന്നറിയാമോ? സിസ്റ്റം വളർന്നു, സൗകര്യങ്ങളുണ്ടായി. അപ്പോഴത്തേക്ക് അപ്പോൾ ഒരിക്കലും ഇങ്ങനെ പനക്കിളച്ചൻ, പ്രശസ്തനായ ധ്യാനഗുരു പനക്കിളച്ചൻ പറഞ്ഞാണ്, നിങ്ങളുടെ വീട്ടിൽ എല്ലാം ഉണ്ട്, വാഷിംഗ് മെഷീനും ഉണ്ട്, എല്ലാ ഗ്രൈൻഡറും ഉണ്ട്, ഒന്നും പിള്ളേരെ പണിയെടുപ്പിക്കുന്ന ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൊച്ചിനെ കുളിക്കാൻ സമയമാകുമ്പോൾ നിങ്ങളുടെ അടുത്ത് വാഷിംഗ് മെഷീനകത്ത് ഇടുമോ? അത് ഇല്ലല്ലോ. അദ്ദേഹം നമ്മൾ കൈവച്ചന്. അതുപോലെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ കൊച്ചുങ്ങളെ ചെറുപ്പത്തിന് മുതൽ ഏൽപ്പിച്ച് പഠിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1000 അനുഭവങ്ങൾ, ഉദാഹരണങ്ങൾ പറയാൻ കാണണം. ഒറ്റ കാര്യമുള്ളൂ, ചെയ്തു തുടങ്ങുക. ബാല്യത്തിലെ തന്നെ, എനിക്കത് ബാല്യത്തിനേക്കാളും മുമ്പൊക്കെ ജോർജേട്ടൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ ഭാഗത്തേക്ക് തിരിച്ചു പോകാം. കൊച്ചൊക്കെ ഉദരത്തിലായിരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഞാൻ അങ്ങനെ വായിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ, ടീച്ചർ എഴുതിയേക്കുന്നത്. അമ്മ പറഞ്ഞു, അമ്മ ഇപ്പോൾ അലക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കൊച്ചിതെല്ലാം കേട്ട് പഠിക്കുകയാണ്. 4-ാം മാസം മുതലൊക്കെ കൊച്ചിന് ശ്രവണശക്തി കിട്ടിത്തുടങ്ങും കൃത്യമായിട്ട്. അപ്പോൾ കൊച്ചിതെല്ലാം കണ്ടും കേട്ടും ചെയ്യാമെന്ന പ്രവൃത്തികളൊക്കെ ഇമാജിൻ ചെയ്ത് പഠിക്കണം ആദ്യമേ തന്നെ. പുറത്തേക്ക് വരുമ്പോൾ കയ്യിലെടുത്ത് പിടിച്ചും കൊണ്ടു നടന്നും കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറ്റാവുന്ന പ്രായത്തിൽ ചെറിയ ചെറിയ പണികൾ, അതുതന്നെ തിരുവനന്തപുരം പറയുന്നത്, അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും, അതാണ് ആ പ്രായം അനുസരിച്ച് അവൻ കാര്യങ്ങളിലേക്ക് വളർന്നു വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അവൻ 30 വയസ്സിൽ വീട് വിട്ടിറങ്ങി കഴിഞ്ഞപ്പോൾ അവന് ലോകം മുഴുവൻ പരിചയമാണ്. എല്ലാ പ്രവൃത്തികളെ പറ്റിയും അഭിപ്രായം പറയാൻ മാത്രം ക്രിസ്തു പൂർണ്ണനായി തീർന്നു. അതുകൊണ്ട് ഈശോയുടെ പൂർണ്ണതയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഈ നിമിഷം നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. കുടുംബം ഒന്നിച്ച് കരങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് കർത്താവിന് തിരുഹൃദയത്തിന് മുമ്പിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, നീയാണല്ലോ ഞങ്ങളുടെ ഏറ്റവും നല്ല മാതൃക. എൻ്റെ അപ്പനും അമ്മയും യൗസേപ്പയും മാതാവും കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് നിന്നെ പഠിപ്പിച്ചു. നീ ആ ഉത്തരവാദിത്തത്തിന് ശിഷ്യന്മാർക്ക് കൈമാറി. ആ കൈമാറ്റത്തിന് വലിയ ബാറ്റൺ ഇന്ന് ഞങ്ങളുടെ കയ്യിൽ വന്ന് നിൽക്കുകയാണ്. ഞങ്ങളുടെ മക്കളെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് പഠിപ്പിച്ച് അടുത്ത തലമുറയ്ക്ക് ഈ ചെറിയ ചെറിയ ജോലികളുടെയും വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും വലിയ സന്ദേശം പകർന്നു കൊടുക്കേണ്ടവരാണ്. ഈ ലോകത്തെ മുഴുവൻ മുൻപോട്ട് നയിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവിക കരങ്ങൾ ഞങ്ങളുടേതാണ്. അത് ചിട്ടപ്പെടുത്താൻ ഞങ്ങൾ കൃപ തരണമേ. ഞങ്ങളുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കാൻ ശക്തി തരണമേ. ഒന്ന് ചേർന്ന് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.